സംഹിതാഃ. അവതാര ഭഗവാന്റെ അവതാരം, അനുചരിതം പ്രവർത്തികൾ, കർമ്മങ്ങൾ. ഹരേ പരമദിവ്യോത്തമ പുരുഷന്റെ ഇച്ഛ മാത്രമല്ല, അസ്യ അദ്ദേഹത്തിന്റെ അനുവർത്തിനാം അനുവർത്തികൾ, പുംസാം വ്യക്തികളുടെ ഈക്ഷകഥ ഭഗവത് ശാസ്ത്രം അല്ലെങ്കിൽ ഈശ്വര ശാസ്ത്രം, പ്രോക്താഹ പറഞ്ഞതാകുന്നു. നാനാ വിവിധ ആഖ്യാനങ്ങൾ ഉപബ്രംഹിതാഹ വിവരിച്ചു. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ഭഗവത് ശാസ്ത്രം അഥവാ ഭഗവാനെ സംബന്ധിക്കുന്ന വിജ്ഞാനം പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരങ്ങളെയും ഭഗവാന്റെയും മഹാഭക്തരുടെയും കർമ്മങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം. പ്രപഞ്ച ആവിഷ്കരണം എന്ന വർത്തനത്തിന്റെ ക്രമാനുഗതമായ ഓരോ പുരോഗമന ഘട്ടങ്ങളിലും ജീവസത്തകളുടെ പ്രവർത്തികളെ രേഖപ്പെടുത്തിക്കൊണ്ട് പരമദിവ്യോത്തമ രേഖപ്പെടുത്തിക്കൊണ്ട് പുരാവൃത്തം എന്ന കാലനിർണയ ശാസ്ത്രം നിർമ്മിക്കപ്പെടുന്നു. സാമാന്യ ജനങ്ങൾക്ക് വ്യത്യസ്ത മനുഷ്യരുടെയും വിഭിന്ന കാലഘട്ടത്തിന്റെയും ചരിത്രത്തെയും ആഖ്യാനങ്ങളെയും കുറിച്ച് പഠിക്കുവാനുള്ള പ്രവണതയുണ്ട്. എന്നാൽ ഭഗവത് ശാസ്ത്രത്തിലെ പാണ്ഡിത്യമില്ലായ്മ കാരണമായി അവർ പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരങ്ങളെ സംബന്ധിച്ച ചരിത്രത്തെക്കുറിച്ച് പഠിക്കുവാൻ അനുയോജ്യമായവരല്ല, അഥവാ പ്രവണതയുള്ളവരല്ല. ബദ്ധാത്മാക്കളുടെ മോചനത്തിന് വേണ്ടിയാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന വസ്തുത എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. കൃപാലുവായ ഭഗവാൻ അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ ഈ ഭൗതിക ലോകത്തിലെ വിവിധ ലോകങ്ങളിൽ അവതരിക്കുകയും ബദ്ധാത്മാക്കളുടെ മുക്തിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് ചരിത്രത്തെയും ആഖ്യാനങ്ങളെയും പഠന മൂല്യമുള്ളതാക്കി തീർക്കുന്നു. മഹാഭക്തരുമായി ജ്ഞാതീഭാവത്തിലുള്ള അത്തരം ആത്മജ്ഞാനപരമായ ഭഗവത് വിഷയങ്ങളെ ശ്രീമദ് ഭാഗവതം സമ്മാനിക്കുന്നു. ആകയാൽ ഭഗവാനെയും ഭക്തരെയും സംബന്ധിച്ച വിഷയങ്ങൾക്ക് സാദരം ചെവി കൊടുക്കേണ്ടതാണ്. ശ്ലോകം 6. നിരോധാസ്യാനുശയനം ആത്മനാ സഹ ശക്തിഭിഃ മുക്തിർഹിത്വാന്യഥാ രൂപം സ്വരൂപേണ വ്യവസ്ഥിതിഃ. നിരോധാസ്യാനുശയനം ആത്മനാ സഹ ശക്തിഭിഃ മുക്തിർഹിത്വാന്യഥാ രൂപം സ്വരൂപേണ വ്യവസ്ഥിതിഃ. നിരോധാസ്യാനുശയനം ആത്മനാ സഹ ശക്തിഭിഃ മുക്തിർഹിത്വാന്യഥാ രൂപം സ്വരൂപേണ വ്യവസ്ഥിതിഃ. നിരോധ വിശ്വാവിഷ്കരണത്തെ മോചിപ്പിക്കൽ. അസ്യ അദ്ദേഹത്തിന്റെ അനുശയനം പുരുഷാവതാര മഹാവിഷ്ണു യോഗനിദ്രയിലുള്ള ശയനം. ആത്മനഃ ജീവസത്തുക്കളുടെ സഹ കൂടെ ശക്തിഭിഹി ശക്തികളോടൊപ്പം മുക്തി ഹിത്വാ ത്യജിക്കുന്നു അന്യത അല്ലാത്ത പക്ഷം സ്വരൂപേണ വ്യവസ്ഥാപിത രൂപത്തിൽ വ്യവസ്ഥിതിഹി ശാശ്വതമായ സ്ഥിതി അല്ലെങ്കിൽ സ്ഥിരമായ അവസ്ഥ. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ജീവസത്ത അവന്റെ ബദ്ധമായ ജീവിത പ്രവണതയോടുകൂടി മഹാവിഷ്ണുവിന്റെ യോഗനിദ്രാശയനത്തിൽ വിലയിക്കുന്നതിനെ വിശ്വാവിഷ്കരണത്തിന്റെ അവസാന പ്രപഞ്ച ആവിഷ്കരണത്തെ സമാപിക്കൽ എന്ന് വിളിക്കുന്നു. അസ്ഥിരമായ സ്ഥൂലവും സൂക്ഷ്മമായ ഭൗതിക ശരീരങ്ങളെ ത്യജിച്ചതിന് ശേഷമുള്ള ജീവസത്തയുടെ സ്ഥായിയായ സ്വരൂപാവസ്ഥയാണ് മോക്ഷം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം. നാം നിരവധി തവണ പറഞ്ഞതുപോലെ രണ്ടുവിധം ജീവസത്തുക്കളുണ്ട്. അവരിൽ ഏറിയ കൂറും നിത്യമുക്തരും അതേസമയം ചിലർ നിത്യബദ്ധരും ആകുന്നു. നിത്യബദ്ധാത്മാക്കൾ ഭൗതിക പ്രകൃതിയെ അടക്കി ഭരിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കുന്ന പ്രവണതയുള്ളവരാണ്. ആകയാൽ ഭൗതികമായ വിശ്വസൃഷ്ടി നിത്യബദ്ധാത്മാക്കൾക്ക് രണ്ടു തരം സുഖരതകൾ പ്രദാനം ചെയ്യുന്നതിലേക്കായി സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. പ്രപഞ്ച ആവിഷ്കരണത്തെ അടക്കി ഭരിക്കാനുള്ള ബദ്ധാത്മാവിന്റെ പ്രവണതയ്ക്കനുസരിച്ച് അവന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നതാണ് അതിൽ ആദ്യത്തെ സുഖരത. രണ്ടാമത്തേത് ബദ്ധാത്മാക്കൾക്ക് ഭഗവാനിലേക്ക് തിരികെ പോകുന്നതിനുള്ള ഒരവസരം പ്രദാനം ചെയ്യുന്നു. ആകയാൽ വിശ്വ ആവിഷ്കരണത്തിന്റെ വിരാമത്തിന് ശേഷം ബദ്ധാത്മാക്കളിൽ ബഹുഭൂരിഭാഗവും യോഗനിദ്രയിൽ ശയിച്ചുകൊണ്ടിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷൻ മഹാവിഷ്ണുവിന്റെ അസ്തിത്വത്തിൽ അടുത്ത സൃഷ്ടിയിൽ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നതിലാക്കി വിലയിക്കുന്നു. എന്നാൽ വേദഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ ആത്മജ്ഞാനമായ ശബ്ദത്തെ മനസ്സിലാക്കുകയും അപ്രകാരം ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് പ്രാപ്തിയുള്ളവരുമായ ചില ബദ്ധാത്മകൾ സ്വാഭാവിക സ്ഥൂല സൂക്ഷ്മ ഭൗതിക ശരീരങ്ങളെ ത്യജിച്ചതിനു ശേഷം ആത്മീയവും മൗലികവുമായ ശരീരങ്ങളെ ആർജിക്കുന്നു. ഭഗവാനുമായുള്ള ജീവസത്തകളുടെ പരസ്പര ബന്ധത്തെ സംബന്ധിക്കുന്ന ജീവസത്തുക്കളുടെ വിസ്മൃതാവസ്ഥയിൽ നിന്നും ഭൗതികമായ ഉപാധിബന്ധമായ ശരീരങ്ങൾ ആവിഷ്കരിക്കപ്പെടുകയും അപ്രകാരം പ്രപഞ്ച ആവിഷ്കരണത്തിന്റെ ക്രമാനുഗതമായ പുരോഗമന ഘട്ടങ്ങളിൽ ബദ്ധാത്മാക്കൾക്ക് ഭഗവാനാൽ അദ്ദേഹത്തിന്റെ വിഭിന്ന അവതാരങ്ങളിൽ അത്യന്തം കൃപയോടുകൂടി
രചിക്കപ്പെട്ട വെളിപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളുടെ സഹായത്തോടെ അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ പുനരുദ്ധരിക്കുന്നതിന് ഒരു അവസരം നൽകിയിരിക്കുന്നു. ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ ഗ്രന്ഥ സമ്പത്തുകളുടെ ശ്രവണവും പാരായണവും ഭൗതികാസ്തിത്വം എന്ന സ്വാഭാവിക അവസ്ഥയിൽ പോലും ഒരുവനെ മുക്തനായി തീരുവാൻ സഹായിക്കുന്നു. സർവവേദ ഗ്രന്ഥ സമ്പത്തുകളും പരമദിവ്യോത്തമ പുരുഷന്റെ ഭക്തിയുത സേവനത്തെ ലക്ഷീകരിക്കുന്നു. അപ്രകാരം ഈ കേന്ദ്രാശയത്തിന്മേൽ ദൃഢീകൃതമായ ഉടൻ തന്നെ സ്വാഭാവിക ജീവിതത്തിൽ നിന്നും അവൻ തൽക്ഷണം സ്വതന്ത്രനാക്കപ്പെടുന്നു. ഭൗതികമായ സ്ഥൂലവും സൂക്ഷ്മമായ രൂപങ്ങൾ ബദ്ധാത്മാവിന്റെ അജ്ഞത കാരണമായി സംഭവിക്കുന്നു. ആകയാൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ സ്ഥിരീകൃതനായ ഉടൻ ജീവാത്മാവ് ബദ്ധാവസ്ഥയിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്നതിന് സർവദാ യോഗ്യനായി തീരുന്നു. എല്ലാ ആനന്ദരസങ്ങളുടെ ഉറവിടം ഭഗവാനായിരിക്കുന്ന കാരണത്താൽ പരമോന്നതിന് വേണ്ടിയുള്ള അതീന്ദ്ര ആസക്തിയാകുന്ന ഈ ഭക്തിയുത സേവനം കേവലം സുഖാസ്വാദനത്തിന് വേണ്ടി ഏതെങ്കിലും ആനന്ദരസത്തിന് പിന്നാലെയാണ്. എന്നാൽ എല്ലാ ആകർഷണങ്ങളുടെയും പരമസ്രോതസ്സിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. രസോ വൈസ രസം ഹേവായാം ലബ്ധ്വാ നന്ദി ഭവതി. സർവ ആനന്ദങ്ങളുടെയും പരമ ഉറവിടത്തെ കുറിച്ച് വേദമന്ത്രങ്ങൾ ഏവർക്കും അറിവ് നൽകുന്നു. സർവ ആനന്ദങ്ങളുടെയും അനന്തമായ ഉത്ഭവസ്ഥാനം പരമ ദിവ്യോത്തമ പുരുഷനാകുന്നു. ശ്രീമദ് ഭാഗവതം പോലുള്ള അതീന്ദ്രിയ സാഹിത്യങ്ങളിലൂടെ ഈ അറിവ് നേടാൻ ഭാഗ്യം ലഭിച്ചവൻ ഭഗവത് ധാമത്തിൽ അവന്റെ യഥോചിതമായ സ്ഥാനം കരസ്ഥമാക്കുന്നതിനായി ശാശ്വതമായി മുക്തനായി തീരുന്നു. ഹരേ കൃഷ്ണ. ഹരേ ഭാഗവത പാരായണം നടത്തുന്നവർക്ക് നമുക്ക് സർവ്വ ആനന്ദങ്ങളുടെയും അനന്തമായ ഉത്ഭവസ്ഥാനമായ പരമദിവ്യോത്തമ പുരുഷനെ ലഭ്യമാകുന്നു. ശ്രീമദ് ഭാഗവതം പോലുള്ള അതീന്ദ്രിയ സാഹിത്യങ്ങളിലൂടെ അറിവ് നേടാൻ ഭാഗ്യം ലഭിച്ചവർ ഭഗവത് ധാമത്തിൽ അവന്റെ ഭഗവത് ധാമത്തിൽ എത്തി മുക്തരായിത്തീരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ മാതാജി. നമ്മള് 10 ടോപ്പിക് ശ്രീമദ് ഭാഗവതത്തില് മഹാഭാഗവത പുരാണത്തില് ഒരു മഹാപുരാണം, അതിന് 10 ലക്ഷണങ്ങളുണ്ട്. 10 ടോപ്പിക്കാണ് അതിൽ സംസാരിക്കുന്നത്. അത് സെക്കൻഡ് കാൻഡോയിൽ 10ാമത്തെ അധ്യായം 1ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഏതൊക്കെയാണ് 10 ടോപ്പിക് എന്നുള്ളത്. അതിൽ 7ാമത്തെ ടോപ്പിക്കായ ഈശാനുകഥ. ഓരോന്നോരോന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ 6 വരെ പറഞ്ഞു. ഈശാനുകഥയെ കുറിച്ചാണ് ഇതിൽ 5 പറയുന്നത്. ഈശാനുകഥ അവതാര അനുചരിതം ഹരേശ്ചാനുസ്യാനുവർത്തിനാം പുംസാം ഈശകഥ. അപ്പൊ അതാണ് ഈശാനുകഥ പറയുന്നത്. ഈശകഥ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ കഥ. പല പല അവതാരങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. മെയിനായിട്ട് 9ാമത്തെ കാൻഡോയില് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പോ സ്പെഷ്യലി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈശാനുകഥ അല്ലെങ്കിൽ ഭഗവത് കഥയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാല് നാനാ ആഖ്യാന ഉപബ്രംഹിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാനാഖ്യാനോപബ്രംഹിത എന്നാണ് പറയുന്നത്. പല പല ആഖ്യാനങ്ങൾ, വിവിധമായിട്ടുള്ള ആഖ്യാനങ്ങൾ കൊണ്ട് വിവരിച്ചു പറയുന്നു. കാരണം പല പല അവതാരങ്ങൾ, മത്സ്യ, കൂർമ്മ, വരാഹ, അങ്ങനെ ധാരാളം അവതാരങ്ങൾ ഭഗവാൻ എടുക്കാറുണ്ട്. ആ അവതാരങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പിന്നെ 9ാമത്തെ കാൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ പരശുരാമ അവതാരത്തെ കുറിച്ചും രാമചന്ദ്രമൂർത്തിയുടെ അവതാരത്തെ കുറിച്ചും ഒക്കെയും വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയും പറയുന്നത് 9ാമത്തെ കാൻഡോയിലാണ്. 7ാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഈശാനുകഥയെ കുറിച്ച് വർണ്ണിക്കുന്നത്. അപ്പോ അത് കഴിഞ്ഞാല് 6ാമത്തെ ശ്ലോകം. 6ാമത്തെ ശ്ലോകത്തില് 8ാമത്തെ ടോപ്പിക്ക് നിരോധയെ കുറിച്ച് പറയുന്നു. നിരോധോസ്യാനുശയനാത്മന സഹശക്തിഭി മുക്തിർഹിത്വാന്യഥാരൂപം. മുക്തി 9ാമത്തത്. അപ്പൊ 8ഉം 9ഉം നിരോധയെ കുറിച്ചും മുക്തിയെ കുറിച്ചുമാണ്. 2 ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. എന്താ പറയുന്നത്? നിരോധ എന്ന് പറഞ്ഞാല് മെർജിങ്, എല്ലാ ജീവജാലങ്ങള് അവസാനം എന്ത് ചെയ്യുന്നു? ഒരു പ്രളയമൊക്കെ വരുമ്പോൾ ലയിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഭഗവത്ഗീതയില് 9ാമത്തെ അധ്യായത്തില് 4, 5, 6, 7 ഒക്കെ ശ്ലോകങ്ങളിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ പ്രളയത്തെ കുറിച്ച് പറയുന്നുണ്ട്. പലതരത്തിലുള്ള പ്രളയത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുൻപ്. ഇനി പറയുന്നത് മുക്തിയെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്? മുക്തിർ ഹിതാന്യതാരൂപം. മറ്റൊരു ഹിത്വ അന്യഥാരൂപം. റിയൽ മുക്തി എന്ന് പറയുന്നത്, യഥാർത്ഥ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കുള്ള മറ്റുള്ള ഐഡന്റിഫിക്കേഷൻസ് എല്ലാറ്റിനെയും നമ്മൾ ഉപേക്ഷിക്കുക. എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മുക്തി നേടുന്നു, അല്ലെങ്കിൽ മോക്ഷം നേടുന്നു.
ഒരാളുടെ അച്ഛനാണ്, ഒരാളുടെ അമ്മയാണ്, പിന്നെ ഭൗതിക ലോകത്ത് ഒരു പേരുണ്ടാവും അല്ലെ. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. അങ്ങനെയുള്ളതിനെ എല്ലാം നമ്മൾ ത്യജിച്ചുകൊണ്ട് ഒരു രൂപം, ഒരു മുക്തി നേടുന്നു. ഇവിടെ നിത്യബദ്ധന്മാരും നിത്യമുക്തന്മാരും എന്നുള്ള ഒരു ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവാത്മാക്കളെല്ലാം നിത്യബദ്ധന്മാരാണ്. ഈ ഒരു ജീവിതം ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ നിത്യമുക്താക്കളായി മാറുന്നത്. പിന്നെ ചിലയിടത്തെല്ലാം ശ്രീലപ്രഭാതർ പറഞ്ഞു തന്നിട്ടുണ്ട്, വൈഷ്ണവരെല്ലാം തന്നെ നിത്യമുക്തരാണ്. അവർ ഹരിനാമം ജപിക്കാൻ തുടങ്ങുമ്പോഴേ അവരെന്തായി മാറും? നിത്യമുക്തരായി മാറുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉള്ളവർ മാത്രം, പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ചും ന ശോചതി ന കങ്ക്ഷതി എന്നുള്ള ആളുകള്, ആരിൽ നിന്നും ഒന്നും വാങ്ങുന്നില്ല, ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, അതേക്കുറിച്ച് ഒന്നുമുള്ള ആഗ്രഹങ്ങളില്ല, അതേക്കുറിച്ചുള്ള മോഹങ്ങളില്ലാത്തവരാണ് എന്ത്? നിത്യമുക്താത്മാക്കളായിട്ട് ഭഗവത് നാമം ജപിച്ച് ഈ ലോകത്ത് തന്നെ കഴിയുന്നവർ. അല്ലാതെ നമ്മൾക്ക് എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റില്ല, ഞാനും ഹരിനാമം ജപിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും നിത്യമുക്തനാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ അത് അവകാശപ്പെടാൻ കഴിയുന്ന സാധുക്കള് സന്യാസിമാരും ഉണ്ട്. അപ്പൊ അവരെങ്ങനെയാണ്? അവര് ബദ്ധരല്ല, അവര് നിത്യമുക്തർ തന്നെയാണ് എന്നുള്ളത് നമ്മൾ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. അപ്പൊ റിയൽ ആ ഒരു മുക്തിക്ക് വേണ്ടിയിട്ട് കൊണ്ട് എല്ലാ അന്യഥാരൂപം എല്ലാം ത്യജിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വരൂപേണ വ്യവസ്ഥിതി. എന്താണ് സ്വരൂപം എന്ന് പറയുന്നത്? എന്താണ് സ്വരൂപം എന്ന് പറയുന്നത്? ഭഗവാന്റെ ഭഗവാന്റെ നിത്യേര കൃഷ്ണദാസ അല്ലെ. എന്നും എന്താണ്? ഭഗവാന്റെ രൂപമായിരിക്കുക. ജീവേര സ്വരൂപ ഹോയ് കൃഷ്ണേര നിത്യദാസ. ഭഗവാന്റെ ദാസനായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത്. ഒറിജിനൽ സ്വരൂപം എന്ന് പറഞ്ഞാല് എപ്പോഴും ഭഗവാന് ആ ഒരു ഭക്തിയുത സേവനം ചെയ്യുക, ഭഗവാന്റെ കിങ്കരന്മാരായി ഇരിക്കുക എന്നുള്ളതാണ്. കിങ്കരന്മാരെന്ന് പറഞ്ഞാൽ ദാസന്മാരായിട്ടിരിക്കുക എന്നുള്ളതാണ്. കിം കര, കിങ്കര എന്ന് പറഞ്ഞാല് കിം കര, അത് ചെയ്യുന്നവനാണ് കിങ്കരൻ. യജമാനൻ ആജ്ഞാപിക്കുന്നു, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ആജ്ഞയോ അല്ലെങ്കിൽ റിക്വസ്റ്റോ കൊള്ളട്ടെ, ആ ഗുരു, നമ്മുടെ യജമാനൻ എന്ന് പറയുമ്പോഴത് ഭഗവാൻ മാസ്റ്റർ, അല്ലെങ്കിൽ ഭഗവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഗുരു, അദ്ദേഹം, അല്ലെങ്കിൽ സീനിയർ വൈഷ്ണവര്, അവർ എന്ത് ചെയ്യാൻ ആജ്ഞാപിച്ചാലും അത് അങ്ങോട്ട് മറ്റേ ആളോട് ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ മറ്റേ ആൾക്ക് കൊടുക്കാത്ത എന്താ? അവർക്ക് ചെയ്തുകൂടെ? ഞാൻ എന്തിനാ ചെയ്യുന്നേ? അവർ ചെയ്യുന്നത് പെർഫെക്റ്റ് അല്ല, ഞാൻ ചെയ്യുന്നില്ല എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാ അല്ലെ? അങ്ങനെയല്ല. കിം കര, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അതാണ് ഒരു ശിഷ്യന്റെ ഭാവം. ശിഷ്യന്മാരെല്ലാം എങ്ങനെയായിരിക്കണം? ദാസ്യഭാവത്തിലായിരിക്കണം, കിങ്കര ഭാവത്തിലായിരിക്കണം. പ്രത്യേകിച്ച് ഒരു രൂപമല്ല, ഭാവമാണ് പ്രധാനം. കിം, എന്ത് ചെയ്യട്ടെ, ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ, ഒന്ന് ചെയ്തു കഴിഞ്ഞോണ്ട് ഇനി എനിക്ക് എന്താ സർവീസ് ഉള്ളത്? അങ്ങനെയുള്ള ഒരു ഭാവം, അതാണ് സ്വരൂപം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭഗവാന്റെ അസോസിയേഷനിലായിരിക്കുക എപ്പോഴും. അപ്പോ ഇതിൽ മെയിനായിട്ട് നമുക്ക് 11ാമത്തെ ക്യാൻഡോയും 12ാമത്തെ ക്യാൻഡോയും ആണ് മുക്തിയുടേത് വരുന്നത്. ഇടയ്ക്ക് ഒരു ക്യാൻഡോ ഞാൻ വിട്ടിട്ടുണ്ട്, 10ാമത്തെ ക്യാൻഡോ ആശ്രയമാണ് വരുന്നത്. ആശ്രയെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല, അപ്പൊ അതുകൊണ്ട് 10ാമത്തെ ക്യാൻഡോ വിട്ടു. ഇനി 11ഉം 12ഉം ക്യാൻഡോയാണ് ഏതിന് വരുന്നത്? മുക്തിയിൽ വരുന്നത്. അപ്പോ 11 12 മെയിൻ ആയിട്ട് വരുന്ന 2 കോൺവെർസേഷൻസ് ഉണ്ട്. രണ്ടുപേര് തമ്മിലുള്ള സംവാദം അല്ലെങ്കിൽ സംഭാഷണം എന്ന് പറയാം. അത് നിമി രാജാവും അതുപോലെ നവയോഗീന്ദ്രന്മാരും. നവയോഗീന്ദ്രന്മാർ എന്ന് പറഞ്ഞ ആരാണ്? നവയോഗീന്ദ്രന്മാര് ഇതൊക്കെ പല ക്ലാസ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാരായിരുന്നു? മാതാജിയുടെ ശബ്ദം ഭാരതത്തിന് പേര്
നെറ്റ് ഇഷ്യൂ ആയിരിക്കാം മാതാജി. അതുകൊണ്ടാണ് ആരും ആൻസർ പറയാത്തല്ലേ. കൃഷ്ണ കേൾക്കാമോ? വൈഫൈയുടെ ഇഷ്യൂ ഉണ്ട് മാതാജി, റീകണക്ട് ആവുന്നുണ്ട് ചില സമയത്ത്, അതുകൊണ്ടാ. കൃഷ്ണ ഭാരതത്തിന് ആ ഒരു പേര് ലഭിച്ച എങ്ങനെയാണ്? ആരുടെ പേരിലാണ്? ഭരത മഹാരാജ. ഏത് ഭരത മഹാരാജാവ്? 3 ഭരതന്മാരുണ്ട് അല്ലെ? ഏത് ഭരത മഹാരാജ? ജഡഭരതന്റെ. അല്ല, ജഡഭരതന്റെ അല്ല. രാജാവിന്റെ മകനായ ഭരതൻ, മൂത്ത മകനായ ഭരതൻ. ആ ഭരതന്റെ പേര് വെച്ചിട്ടാണ് ഭാരതം എന്നുള്ള പേര് കിട്ടിയത്. ചിലയിടത്തൊക്കെ നളന്റെ അത് നളദമയന്തിയുടെ ഇത് പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതത്തില് പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടും ഇതാണ്, ഈ ഭരതന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഋഷഭരാജാവിന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ആ 100 പുത്രന്മാരിൽ 9 പേര് ബ്രാഹ്മണരായിരുന്നു. അവരാണ് നവയോഗീന്ദ്രന്മാരായി മാറിയത്. ബാക്കിയുള്ള 81 പേര് ക്ഷത്രിയന്മാരും ആയിരുന്നു. പിന്നെ 10 പേരുണ്ടായിരുന്നു. 10 പേര് അതുപോലെ വേറൊരു ഗൃഹസ്ഥന്മാർ, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ 100 മക്കളുണ്ടായിരുന്നു. അതിൽ 9 പേരാണ് ബ്രാഹ്മണരായിട്ട് പിന്നീട് അവര് സന്യാസിമാരായി. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ കൃഷ്ണ? കേൾക്കുന്നുണ്ടല്ലോ ഹരീഷ്? അപ്പോ ഈ ഹരീഷ്, അപ്പൊ ഇവര് 9 പേരാണ് നവയോഗീന്ദ്രന്മാര്. പിന്നീട് ഈ ഒരു രാജാവ്, നിമി രാജാവിന്റെ ഇതില് വന്ന് അവരുടെ കൊട്ടാരത്തിൽ വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം, അതാണ് 11ാമത്തെ കാൻഡോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ 12ാമത്തെ കാൻഡോയിൽ വരുമ്പോഴേക്കും 12 വരുമ്പം ഇത് എന്താണ്, ഉദ്ധവനും 11ലും 12ലും ആണെന്ന് തോന്നുന്നു, ഉദ്ധവനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സംഭാഷണം. ഇതൊക്കെയാണ് നമുക്ക് മുക്തിയുടെ ഇതില് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇനി ആശ്രയയുടെ കാര്യം നമുക്ക് പിന്നീട് പറയും, ഈ ശ്ലോകങ്ങളിലില്ല. ഇത് പിന്നീട് ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പുണ്യഗ്രന്ഥ പാരായണം. അങ്ങനെ നമുക്ക് പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് മുക്തി നേടാം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ്, 3 കാലുള്ള ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ 3 കാലിൽ വീഴുക എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത് എന്ന് പറയുന്നത് സാധു, ശാസ്ത്രം, അതുപോലെ നമ്മുടെ ഗുരു, ഇവര് 3 പേര്. അപ്പൊ നമുക്ക് 3 കാലായിട്ട് വരുമ്പോൾ അത് സ്റ്റേബിൾ അല്ല അല്ലെ? 4 കാലാണെങ്കിലാണ് നമുക്ക് നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. അപ്പൊ നമുക്ക് ഒരു കാലിൽ ഇല്ലാതെ നിൽക്കുകയാണ് നമ്മളെങ്കിൽ, ഈ 3 കാല് എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രത്തിന്റെയും നമ്മുടെ എല്ലാ സംസ്കാരത്തിന്റെയും 3 കാലുകൾ എന്ന് പറയുന്നത് സാധു, ശാസ്ത്രം, ഗുരു എന്നാണ്. സാധു എന്ന് പറഞ്ഞാൽ സന്യാസിമാര്, നമ്മുടെ സീനിയർ വൈഷ്ണവര് ഒക്കെ പറയാം. അപ്പൊ നമ്മുടെ ഗുരുവിലൂടെയും ശാസ്ത്രം വായിക്കുന്നതിലൂടെയും ഒക്കെയാണ് നമുക്ക് ഈ ഒരു മുക്തി ലഭിക്കാനായിട്ട് പോകുന്നത്. ഹരികൃഷ്ണ, അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ആ സ്റ്റോർ ഫണ്ട് ശൂന്യവും ഏകാന്തവുമായിരുന്നു. സ്വാമിജി ഭാഷണങ്ങൾ നടത്തിയും കീർത്തനങ്ങൾ ആലാപിച്ചും തന്റെ ശിഷ്യന്മാർക്ക് ശക്തിയും പ്രചോദനവും ചെയ്തു എങ്കിലും അവിടുത്തെ ചൂടുള്ള കാലാവസ്ഥയും സൂര്യപ്രകാശവും അദ്ദേഹത്തിന് അനുകൂലമായി അനുഭവപ്പെട്ടു. അദ്ദേഹം ശ്രീമദ് ഭാഗവത വിവർത്തനം തുടർന്നു. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ലോസ് ആഞ്ചലസ് വിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് മെയ് മാസത്തിൽ സ്വാമിജി ബോസ്റ്റോണിലെ ഇസ്കോൺ കേന്ദ്രത്തിൽ തന്റെ പ്രഥമ സന്ദർശനം നടത്തി. അവിടെയും അദ്ദേഹം ഒരു ചെറിയ സ്റ്റോർ ഫ്രണ്ട് ആസനമാക്കിയുള്ള ഏതാനും ശിഷ്യന്മാരെയാണ് കണ്ടത്. ബോസ്റ്റണിൽ സ്വാമിയുടെ മുറിയിൽ വെച്ചാണ് ഒരു ദിവസം അദ്ദേഹം പ്രഭുപാദർ എന്ന പേര് സ്വീകരിച്ചത്. തന്റെ സെക്രട്ടറിയോടെ എഴുത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജി എന്ന അനുബന്ധം ഒരു 3-ാം തരം സംബോധനയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് ഞങ്ങൾ
സ്വാമിജി മറുപടി ഒരു ആധ്യാത്മിക